ഗോതമ്പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നുപോയാൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശേനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഉഴുന്നാണ്. 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതേ അളവിൽ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. ഇനി ഇത് കുതിരാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് കുതിർന്നാൽ തന്നെ മതി. അതിൽ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുതിർത്തെടുക്കാം. അപ്പോൾ ഉഴുന്ന് വേണമെങ്കിൽ കഴുകിയതിന് ശേഷം കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം ഉഴുന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഗോതമ്പൊടിയാണ് ചേർക്കേണ്ടത്. 1 കപ്പ് ഗോതമ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരത്തിൽ നമ്മൾ അരച്ചെടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മാവ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഒരു 6 മുതൽ 8 മണിക്കൂറെങ്കിലും ഇത് ഫെർമെൻ്റായി കിട്ടണം. അപ്പോൾ രാത്രി ചെയ്ത് വെച്ചാൽ രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ രാത്രിയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും മാവ് നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ പൊന്തി കിട്ടുന്നില്ല, പക്ഷേ മാവ് നല്ലപോലെ തന്നെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 6 മുതൽ 8 മണിക്കൂർ വെച്ചാൽ തന്നെ മതി. വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചാൽ വൈകുന്നേരം നമുക്ക് ഡിന്നറിനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവുള്ളത്. ഞാനിപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മാവ് വെച്ച് നമുക്ക് ഇഡ്ഡലിയും ദോശയും രണ്ടും ഉണ്ടാക്കാം. 1 സ്പൂൺ മാവ് ഒഴിച്ചിട്ട് നല്ല കനം കുറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കാം. എത്രത്തോളം നൈസാക്കണോ അത്രയും നൈസാക്കിയെടുക്കാം. കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. എന്നാലേ നല്ല ക്രിസ്പി ആയി കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ല, നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല മുരിഞ്ഞ ദോശയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇതുപോലെ തന്നെ ക്രിസ്പി ആയിരിക്കും. തണുത്താലും ഇതുപോലെ ക്രിസ്പി ആയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.